ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ സുധേട്ടൻ്റെ പണി സാധനങ്ങളാട്ടോ. അപ്പോൾ സുധേട്ടന് നേരത്തെ പോകണം പറഞ്ഞുകൊണ്ടാണ് സുധേട്ടനും പിള്ളേരും ഞാൻ കൂട്ടാത്തത്. സുധേട്ടനെ അവിടെ അമ്പലത്തിൻ്റെ അവിടെ ആക്കിയിട്ട് സുധേട്ടൻ പിന്നെ പണിക്ക് പോകും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങി. അപ്പം പിന്നെ നമ്മളെ നടുവപ്പട്ടി ശിവക്ഷേത്രത്തിലേക്കകത്ത് വന്നത്. അപ്പോൾ അവിടെ പണിയെടുക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ. എന്നുവെച്ചാൽ ചുറ്റോറും നമ്മൾ നടക്കാനുള്ള ആ ഭാഗം ഉണ്ടാവില്ല, അവിടെ കട്ട പതിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതാ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ പിന്നെ ഉള്ളിലത്തെ ഭാഗങ്ങളുണ്ട് തൊഴുതു. ഇതാ കട്ട വെച്ചേക്കൂടെ നടക്കട്ടോ. കുറച്ച് കട്ട വെച്ചിട്ടുള്ളൂ, ബാക്കി പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പ്രസാദമൊക്കെ വാങ്ങി ഞാൻ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് തൊഴുത് നമ്മൾ ചുറ്റോറും അതായത് വലം വെച്ചിട്ട് പിന്നെ ഞാൻ പോകാൻ നിൽക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ നീച്ച് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഇറങ്ങി. പിന്നെ ശ്രീകുട്ടിനെ കാണാനും കൂട്ടാത്ത ഞാൻ ഒരുറക്കത്തിൻ്റെ ഇതില്ല. അതാകുമ്പോൾ നേരം വരും, എനിക്ക് നേരം വരും. സുധേട്ടന് പിന്നെ ഇന്ന് നേരത്തെ പണിക്കാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് സുധേട്ടനും കിട്ടില്ല. ആദ്യം പറഞ്ഞത് 2 ദിവസം മുന്നേ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും പോകാമെന്നായിരുന്നു. മിഞ്ഞാന്ന് ഞാൻ പെട്ടെന്ന് പ്ലാൻ മാറ്റിയത്. എന്നുവെച്ചാൽ ശരിക്കും നാളെ എടുക്കേണ്ട പണിയാണ് ഇന്ന് എടുക്കുന്നത്. നാളെ വൈരങ്കോട് അവിടെ വേലയായതുകൊണ്ട് അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്നെടുത്തു ആ പണി. അപ്പോൾ എന്തായാലും എനിക്ക് പോയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ. ഞാൻ പച്ചക്കറി കഷ്ണമൊക്കെ പിന്നെ ഇന്നലെ രാത്രി അവലിനുള്ളത് പിന്നെ എന്തൊക്കെയാ സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചത്. അപ്പം അരിയേണ്ട പരിപാടിയൊന്നും ആണില്ല. പിന്നെ ഉപ്പേരിക്കൊക്കെ അരിയണം, പിന്നെ വേഗം കഴിയുമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് പോകണ വഴിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാണ്ട്, പായസത്തിനുള്ള സാധനങ്ങൾ, പിന്നെ മമ്പയർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെന്താ നോക്കെ ഇനി നമുക്ക് കടയിൽ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ പായസത്തിൻ്റെ മിക്സ് ഇവിടെ ചെറിയ പാക്കുള്ളൂ. അപ്പോൾ ഞാനിനി കണ്ണനെ അംഗനവാടി കൊണ്ടാക്കുമ്പോൾ പായസത്തിൻ്റെ മിക്സൊക്കെ വാങ്ങി വെച്ച് പാലും വാങ്ങിയിട്ടില്ല. ആ 2 സാധനം കൂടി വാങ്ങാണ്ട്. കുട്ടിയൊക്കെ നീച്ചോന്ന് അറിയില്ല. ഞാൻ ചേച്ചിനോട് പറഞ്ഞിരുന്നു. ഞാൻ അടുക്കളത്തെ വാതിൽ പൂട്ട് തുറന്ന് വെച്ചും ചെയ്തിരുന്നു. ഓരോരുത്തർ നീക്കുകയാണെങ്കിൽ കൂടെ വന്നോട്ടെ വിചാരിച്ചിട്ട്. ചിലപ്പോൾ നീച്ചിട്ടുണ്ടാവില്ല, നീക്കാൻ സമയമായിട്ടില്ലല്ലോ. ശ്രീകുട്ടനെ പിന്നെ ഉണർത്തണം, അല്ലാതെ സ്കൂളിലെ ദിവസമൊന്നും ഓള് നീക്കില്ല. നീച്ചണം കേട്ടോ. കണ്ണൻകുട്ടി ബന്നുണ്ടല്ലേ കണ്ണൻകുട്ടി. പിന്നെ ഫുൾ യൂണിഫോമിലല്ലേ കണ്ണ, നല്ല ഡ്രസ്സ് ഇട്ടില്ല. അത് ഞാൻ പറഞ്ഞ് നീച്ചിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ എന്താവോ ഇനി പിന്നെ സൗണ്ട് കേൾക്കാഞ്ഞിട്ട് എന്താണാവോ പെട്ടെന്ന് നീച്ച്. ഇനിയിപ്പോൾ ശ്രീകുട്ടിന് ഞാൻ ബന്നുണ്ടെന്ന് ഇന്ന് ക്രീം ബന്ന് വാങ്ങിയിരുന്നു. ഇന്നലെ സുധേട്ടനോട് പറഞ്ഞാണ്. അപ്പോൾ സുധേട്ടന് വേറെ എന്തോ ബന്ന കിട്ടി. ക്രീം ബന്നല്ല, ഡൊണറ്റ്സ് ഉണ്ടാവില്ലേ, ആ ഡൊണറ്റ്സിൻ്റെ പോലത്തെ ഒരു ബന്ന കിട്ടിയത്. അപ്പോൾ ഞാൻ ആ കട കണ്ടപ്പോൾ അത് വാങ്ങി. അപ്പോൾ അത് കൊണ്ട് കാണിക്കാൻ പോയി. കണ്ണാ വാ പല്ലേക്കാ. പല്ലേച്ചിട്ടൊന്നുമില്ല കേട്ടോ കണ്ണമാൻ. ഓൾ നീച്ചോട്, ശ്രീക്കോ നീച്ചോട്. 8:15 ശ്രീകുട്ടി നീച്ചാ. ഞാൻ അമ്പലത്തിൽ പോയല്ലോ. ഞാൻ അവരൊന്നും കൂട്ടാതെ അമ്പലത്തിൽ പോയല്ലോ. ഞാൻ ഒറ്റയ്ക്ക്. കണ്ണനെ കൂട്ടില്ല, ഷീകുനെ കൂട്ടില്ല. നമുക്ക് നാളെ അമ്പലത്തിൽ പോവാം കേട്ടോ. ഷീക്കുട്ടിനെ കൂട്ടിട്ട് ഈ ശ്രീകുട്ടിക്ക് എന്താ കണക്കം? എന്നാൽ ഞാൻ ഇങ്ങോളെ ബാക്കി പരിപാടി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. പറഞ്ഞാൽ അയ്യോ ഇതാ അവയിൽ ഇവിടെ അടുപ്പത്ത് വെച്ചാണ്. അപ്പം ഞാനിതിനിടയ്ക്ക് പിള്ളേർ നോക്കുന്നുണ്ട്, ഇതും ചെയ്യുന്നുണ്ട്, 2 കൂടി നോക്കാമല്ലോ. അപ്പം എന്തായാലും അവയിലിങ് ആവട്ടെ. അപ്പം അതിലേക്കുള്ള തേങ്ങ ഒക്കെ നമുക്ക് ചിരകിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാം. അവയിൽ റെഡി ആണ് കേട്ടോ. പിന്നെ ഇത് മത്തനും മമ്പയറും എരിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മമ്പയർ വെന്തിട്ടുണ്ട്, ഒരു 3-4 വിസിൽ വന്നാണ്. ഇതിലേക്ക് നമുക്ക് മത്തനൊക്കെ ഇട്ട് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ബാക്കി നോക്കാം. നമ്മൾ അവലിൻ്റെ പണി കഴിഞ്ഞപ്പം ഇതിൽ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കുകയാണ്. അതിൽ മത്തനിട്ടു, മമ്പയറൊക്കെ വെന്തിട്ട് മത്തനൊക്കെ ഇട്ടു. ഇതോടെ കഴിഞ്ഞു. ചായ കുടിച്ചു. ആൾ പിന്നെ ഇനി ഞാൻ പറഞ്ഞ പൗഡറും പൊട്ടൊക്കെ തൊട്ടു മുടിയൊക്കെ ഞാൻ കെട്ടിത്തരാന്നിട്ട് അങ്ങനെ പോയിന്. അതാ പോയി നേരെ മേക്കും 9 മണിൻ്റെ ബസ് പോയി. പുളിയും ആയി കഴിഞ്ഞു. നമ്മളിവിടെ ഇപ്പോൾ സാമ്പാറും അവയിലും പിന്നെ എരിശ്ശേരി മത്തൻ്റെ അതും ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചോറ് വെക്കാണ്ട് ക്യാബേജ് ഉപ്പേരിക്ക് അരിഞ്ഞാണ്. പപ്പടം ഉണ്ടാക്കണം, രസം ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. ഇനി 5 ഉണ്ടാക്കാണ്ട്. കത്തിക്കണം, പുക അങ്ങോട്ട് എടുക്കണുണ്ട്. കണ്ണാകതായി.
പിന്നെ ഇനി ചോറുണ്ടാക്കാനുള്ളൂ, പിന്നെ പായസം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കേക്കിൻ്റെ ഒരു ചെറിയൊരു കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ചെയ്യുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഏലക്ക അങ്ങനെ ഇട്ടത് കുടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് പായസത്തിന് മേലെ ഒഴിക്കാറില്ല, അതുണ്ടാക്കാം കേട്ടോ. നമ്മളെ സദ്യവട്ടങ്ങളൊക്കെ ഇവിടെ റെഡി ചെയ്യും കേട്ടോ. ചോറ്, അവിയൽ, പുളിയിഞ്ചി, സാമ്പാർ, ഓല, ഉപ്പേരി, പായസം, അച്ചാർ, രസം, പപ്പടം, വെള്ളം. പിന്നെ അമ്മ ചേച്ചി വരുന്നുണ്ട്. സുധിയേട്ടൻ നേരം വൈകി പറഞ്ഞു. സുധിയേട്ടൻ ചിലപ്പോൾ അവിടെ ചോറുണ്ടാവും, അപ്പോൾ ഒരു നേരം വൈകി പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഒന്ന് കുറച്ച് നേരം കിടക്കേണ്ട സമയം ഇപ്പം തന്നെ 2:30. ഈ കണ്ണിനെ കൂട്ടാൻ പോകണം. പിന്നെ ഞാനും ചേച്ചിയും അമ്മയൊക്കെ ഞങ്ങൾ 3 കൂടി ഭക്ഷണം കഴിച്ചു. ഞാൻ പിന്നെ അപ്പം വീഡിയോ എടുത്തില്ല. എന്തായാലും സദ്യവട്ടങ്ങളുണ്ടാവും, അതിൽ ഞാൻ അച്ചാർ അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അച്ചാർ ഇഷ്ടമാണ്, പക്ഷേ മാങ്ങച്ചാറാണ് പിന്നെയും കുഴപ്പമില്ല. സദ്യക്ക് നാരങ്ങ അച്ചാറായിരുന്നു. അപ്പോൾ പിന്നെ ഈ ബാക്കി പരിപാടി കേക്കിൻ്റെ പരിപാടി. കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബേക്ക് ചെയ്ത് മീൻസ് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം. ക്രീം ഇവിടെ പൊടിയ വിപ്പിംഗ് ഇതാണുള്ളത്, പൗഡറുള്ളത്, ക്രീമില്ല. അപ്പോൾ വളാഞ്ചേരി പോയിട്ട് വേണം വാങ്ങാനും. അപ്പോൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ പറഞ്ഞയക്കണം. എന്നിട്ട് വേണം ബാക്കി ലെയർ കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ക്രീമിൻ്റെ പരിപാടി തുടങ്ങാനും. സുധിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുള്ളൂ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും അമ്മയും ചേച്ചിയും കഴിച്ചത്. ഇന്നൊക്കെ അങ്ങനെ എൻ്റെ പിറന്നാൾ ആഘോഷം, ഇന്നത്തെ ആഘോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇൻസ്റ്റയിൽ കൂടെ ആയാലും വാട്സപ്പിൽ കൂടെ ആയാലും എനിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞ, അതായത് ബർത്ത്ഡേ വിഷസ് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാനത് അറിയിക്കുകയും ചെയ്തിരുന്നു എല്ലാവർക്കും. ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഫോൺ ചാർജിൽ കേട്ടോ. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, കുറേ ഭാഗങ്ങൾ എടുത്തില്ല, സ്വിച്ച് ഓഫ് ആയിപ്പോയി, ചാർജിൽ. എന്നിട്ട് രാത്രി ചാർജ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ രാവിലെ ഞാൻ ചാർജ് കുത്തിച്ച് ഒരു 24% ആക്കിയിട്ടാണ് ഇപ്പോൾ അത്രയും വീഡിയോ എടുത്തത്. എന്നിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആയ ഇടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ അതിൻ്റെ കുറച്ച് ചാർജ് കുത്തിയിട്ട്. ഇപ്പോൾ കുറച്ച് ചാർജ് കുത്തിയ ശേഷം ഫുഡ് കഴിച്ച ശേഷം ഞാൻ വാട്സപ്പിലത്തെ റിപ്ലൈ കൊടുത്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ തൊട്ട് വയ്ക്കില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലത്തെ റിപ്ലൈ കൂടി കൊടുക്കട്ടെ. ഇന്നൊക്കെ എൻ്റെ വീഡിയോ ബർത്ത്ഡേൻ്റെ ഉച്ചവരെയുള്ള വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി രാത്രിത്തെ വ്ളോഗ് വേറെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നൊക്കെ ബൈ.